ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ തകർന്നു വീണ ദുരന്തത്തിന്റെ അന്വേഷണം 6 മാസങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. വിമാനത്തിന്റെ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം. എന്നാൽ ഈ ഔദ്യോഗിക നിലപാട് അപകടത്തിന്റെ യഥാർത്ഥ കാരണം പൈലറ്റ് മനഃപൂർവ്വം എഞ്ചിനുകൾ ഓഫ് ആക്കിയതാണെന്ന വ്യോമയാന വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾക്ക് വിപരീതമാണ്. പൈലറ്റ് ഇൻ കമാൻഡ് ആയിരുന്ന സുമീത് സബർവാളിന്റെ പിതാവ് പുഷ്കർ രാജ സബർവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയി മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. അന്വേഷണ റിപ്പോർട്ടിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും അപകട കാരണം കണ്ടെത്തുക മാത്രമാണ് ലക്ഷ്യമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത ആവർത്തിച്ചു. അതേസമയം വ്യോമയാന രംഗത്തെ പ്രമുഖരും നിരീക്ഷകനുമായ ജേക്കബ് കെ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ച വാദങ്ങൾ പൈലറ്റുമാരുടെ സംഘടനകളുടെ പ്രതിരോധങ്ങളെയും കേന്ദ്രത്തിന്റെ നിലപാടിനെയും തള്ളിക്കളയുന്നതാണ്. എഞ്ചിൻ ഓഫ് ആക്കിയതാണ് ദുരന്തത്തിന് വഴിവെച്ചത് എന്ന നിഗമനത്തോട് അന്വേഷണം കൂടുതൽ അടുക്കുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ജേക്കബ് കെ ഫിലിപ്പിന്റെ അഭിപ്രായത്തിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ മനഃപൂർവ്വം ഓഫാക്കി എന്നത് മാത്രമാണ് നിലവിൽ ഈ അപകടത്തിനുള്ള ഏറ്റവും യുക്തിസഹമായ വിശദീകരണം.